നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് 1103 പേർക്ക് കൂടി കോവിഡ്, 803 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ഇതിൽ 72 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 1049 പേർക്ക് രോഗമുക്തി. തൃശൂർ ജില്ലയിൽ 36 പേർക്ക് കൂടി കോവിഡ്, 37 പേർക്ക് രോഗമുക്തി. കുന്നംകുളത്ത് സ്ഥിതി ശാന്തമാകുന്നു. ചാവക്കാടും പുതിയ പോസിറ്റീവ് കേസുകളില്ല. കടങ്ങോടും ആശങ്ക അകലുന്നു. പോർക്കുളം പഞ്ചായത്തിൽ ഒരാൾക്ക് കൂടി കോവിഡ്. പാറമ്പാടം കുരിശിനടുത്ത് മത്സ്യബന്ധനം നടത്തിയിരുന്ന വ്യക്തിക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. സംസ്ഥാന പാതയോരത്തെ കച്ചവടമായതിനാൽ സമ്പർക്ക പട്ടിക തയ്യാറാക്കൽ അതീവ ക്ലേശകരമെന്ന് ആരോഗ്യവകുപ്പ്. ജില്ലാ കളക്ടറെയും പോലീസിനെയും വെല്ലുവിളിച്ച് ചാവക്കാട് മേഖലയിൽ വീണ്ടും മീൻ വിൽപ്പന. വടക്കേക്കാട് മത്സ്യവിൽപ്പന നടത്തിയ വാഹനങ്ങൾ പോലീസ് പിടികൂടി. പിടിച്ചെടുത്ത വാഹനങ്ങളുടെ പെർമിറ്റ് റദ്ദ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ്. കട്ടകമ്പൽ പഞ്ചായത്തിലെ 2ാം വാർഡ് രാമപുരത്ത് കോവിഡ് സ്ഥിരീകരിച്ച രോഗിയുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ 19 പേർ നിരീക്ഷണത്തിൽ. മേഖലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. കുന്നംകുളത്തും വടക്കേക്കാടും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ ഒരുക്കങ്ങളാകുന്നു. CCTV ന്യൂസ് ഇമ്പാക്ട്. ചോർന്നൊലിക്കുന്ന ഒറ്റമുറി വീട്ടിൽ കഴിയുന്ന ഫാത്തിമയ്ക്കും കുടുംബത്തിനും സുമനസ്സുകളുടെ പിന്തുണയോടെ പുതിയ വീട് നിർമ്മിച്ചു നൽകും. പോലീസ് വിളിച്ചു ചേർത്ത യോഗത്തിൽ സുരക്ഷിതമായ ഭവനം നിർമ്മിക്കാൻ നാടിന്റെ ആകെ പിന്തുണ. വാർത്തകൾ വിശദമായി. തുടരണം ജാഗ്രത. സംസ്ഥാനത്ത് 1103 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചവരിൽ 119 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 106 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 838 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. അതിൽ 72 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 21 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. 1049 പേർ രോഗമുക്തരായി. 9420 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിൽ കഴിയുന്നത്. 8613 പേർ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തി നേടി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി 1,54,300 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 1151 പേരെയാണ് ശനിയാഴ്ച മാത്രം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 34 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. 6 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ആകെ 481 ഹോട്ട്സ്പോട്ടുകൾ നിലവിലുണ്ട്. തൃശൂർ ജില്ലയിൽ 36 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ച് 37 പേർ രോഗമുക്തരായി. 27 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 1093 ഇതുവരെ രോഗമുക്തരായവരുടെ എണ്ണം 660 ആണ്. KSC ക്ലസ്റ്ററിൽ നിന്ന് 12 പേർക്ക് രോഗം പകർന്നു. KLF ക്ലസ്റ്ററിൽ നിന്ന് 2 പേർക്ക് രോഗമുണ്ടായി. പട്ടാമ്പി ക്ലസ്റ്ററിൽ നിന്ന് 5 പേർക്കാണ് രോഗബാധ ഉണ്ടായത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവരിൽ ചാവക്കാട് സ്വദേശിയായ 24-കാരനുമുണ്ട്. രോഗം സ്ഥിരീകരിച്ച 411 പേർ ജില്ലയിലെ ആശുപത്രികൾ ചികിത്സയിൽ കഴിയുന്നുണ്ട്. തൃശൂർ സ്വദേശികളായ 18 പേർ മറ്റ് ജില്ലകളിൽ ചികിത്സയിലുണ്ട്. ആകെ നിരീക്ഷണത്തിൽ കഴിയുന്ന 13,388 പേരിൽ 12,932 പേർ വീടുകളിലും 456 പേർ ആശുപത്രികളിലുമാണ്. പോർക്കുളം പഞ്ചായത്തിൽ ഒരാൾക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. പാറമ്പാടം കുരിശുപള്ളിക്ക് സമീപം മത്സ്യബന്ധനം നടത്തിയിരുന്ന 40-കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. പട്ടാമ്പി മത്സ്യ മാർക്കറ്റിൽ നിന്നും മത്സ്യം എടുത്ത് വിറ്റിരുന്ന ഇയാൾ ആരോഗ്യ വിഭാഗത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ക്വാറന്റൈനിലായിരുന്നു. ഇയാളുടെ പരിശോധനാ ഫലമാണ് പോസിറ്റീവായത്. ഇയാളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയ 14 പേരെ ക്വാറന്റൈനിലും 40ഓളം പേരെ നിരീക്ഷണത്തിലുമാണെന്ന് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു. 11ാം വാർഡ് വേദക്കാട് സ്വദേശിയായ ഇദ്ദേഹം 10ാം വാർഡിൽ കോട്ടേഴ്സ് വാടകയ്ക്കെടുത്ത് ക്വാറന്റൈനിലായിരുന്നു. വടക്കേക്കാട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ വട്ടമ്പാടം ICA കോളേജിലും വടക്കേക്കാട് TMK റീജൻസിയിലും ഒരുക്കും. പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ സ്ഥലങ്ങൾ ഇവർ സന്ദർശിച്ചു സ്ഥിതിഗതികൾ വിലയിരുത്തി. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ CFLTC രൂപീകരിക്കണമെന്ന സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് DMOയുടെ മേൽനോട്ടത്തിലാണ് വടക്കേക്കാട് പഞ്ചായത്തിൽ 2 കേന്ദ്രങ്ങൾ തുറക്കുന്നത്. ഇതിനായി വട്ടമ്പാടം ICA കോളേജിൽ 100-ൽ പരം രോഗികളെ ഉൾക്കൊള്ളിക്കുവാനുള്ള അടിയന്തര സജ്ജീകരണങ്ങളാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ വടക്കേക്കാട് TMKയിലും സജ്ജീകരണമുണ്ട്. ജൂനിയർ സൂപ്രണ്ട് സാജൻ C ജേക്കബിനെ നോഡൽ ഓഫീസറായും ചുമതലപ്പെടുത്തി. 10 ദിവസങ്ങൾക്ക് 4 ഡോക്ടർ, 4 വീതം സ്റ്റാഫ് നഴ്സും സ്റ്റാഫ് നഴ്സിംഗ് അസിസ്റ്റന്റും 8 ക്ലീനിംഗ് സ്റ്റാഫ്
സ്റ്റാഫുകളെയും സന്നദ്ധ സംഘടനകളിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന 4 സെക്യൂരിറ്റി സ്റ്റാഫിനെയുമാണ് നിയോഗിക്കുക. 3 ഷിഫ്റ്റുകളിലായി 10 ദിവസത്തിനു ശേഷം ഇവർ അവധിയിൽ പോവുകയും അടുത്ത 10 ദിവസത്തേക്ക് ഇത്തരത്തിലുള്ള പുതിയ ടീമുകൾ പ്രവർത്തനത്തിൽ സജീവമാകുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയം മുസ്തഫയുടെ നേതൃത്വത്തിൽ 2 കേന്ദ്രങ്ങളിലും സന്ദർശനം നടത്തി. വൈസ് പ്രസിഡന്റ് NMK നബീൽ, സെക്രട്ടറി സുബ്രഹ്മണ്യൻ, സീനിയർ ക്ലർക്ക് അലിമോൻ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. അടുത്ത ദിവസം തന്നെ കേന്ദ്രങ്ങൾ പൂർണ്ണ സജ്ജമാക്കി ട്രീറ്റ്മെന്റ് കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ കഴിയുമെന്ന് പ്രാഥമികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് അനിൽ പിഷാരടി, മേഖലാ ഹെൽത്ത് സൂപ്പർവൈസർ രാജു എന്നിവർ അറിയിച്ചു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ CFLTC ആയി പ്രവർത്തിക്കാനുള്ള 2 കേന്ദ്രങ്ങൾ ഒരുങ്ങി വരികയാണ്. അതിലൊന്ന് ICA സ്കൂൾ വട്ടമ്പാടം. അവിടെ ഇപ്പോൾ ഒരു 100 പേർക്കുള്ള കിടക്കാനുള്ള ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളും ഇതിന് ശേഷം ആവശ്യത്തിന് അനുസരിച്ച് DMK ഹാള്, നമ്മുടെ വടക്കേക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൻ്റെ അയൽപക്കത്തുള്ള DMK ഹാളിൽ കൂടി ഒരു 40 ബെഡ് ഇപ്പോൾ നിരത്തിയിട്ടുണ്ട്. അതിന് വേണ്ട മറ്റ് സൗകര്യങ്ങൾ ഒരുങ്ങി വരുന്നതേ ഉള്ളൂ. CCTV ന്യൂസ് പുന്നയൂർകുളം. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം കുതിച്ചുയരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 48,916 പുതിയ കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 13,36,861 ഉയർന്നു. അതിൽ 4,56,071 സജീവ കേസുകളുണ്ട്. 8,49,432 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 757 പേരാണ് മരിച്ചത്. ഇതോടെ ആകെ മരണസംഖ്യ 31,358 കോവിഡ് മരണങ്ങളിൽ ആഗോളതലത്തിൽ ഇന്ത്യ 6ാം സ്ഥാനത്താണ്. കാട്ടകമ്പൽ പഞ്ചായത്തിലെ 2ാം വാർഡ് രാമപുരത്ത് കോവിഡ് സ്ഥിരീകരിച്ച രോഗിയുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ 19 പേർ നിരീക്ഷണത്തിൽ. മേഖലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് 26-കാരിക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കോവിഡ് സെന്ററിലേക്ക് മാറ്റി. പനിയെ തുടർന്ന് 16-ാം തീയതി പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടത്തിയ സ്രവപരിശോധനാ ഫലത്തിലാണ് രോഗം സ്ഥിരീകരിച്ചത്. എന്നാൽ രോഗം വന്നതിന്റെ ഉറവിടം കണ്ടെത്തിയിട്ടില്ല. സെക്കൻഡറി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. പ്രൈമറി, സെക്കൻഡറി പട്ടികയിൽ കൂടുതൽ പേർ ഉൾപ്പെടാനും സാധ്യതയുണ്ട്. രോഗം വന്നതിന്റെ ഉറവിടം കണ്ടെത്താനാകാത്തത് മേഖലയിൽ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നും ജാഗ്രത തുടരണമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ മൊയ്തീൻകുട്ടി പറഞ്ഞു. പ്രദേശം ആരോഗ്യ വിഭാഗത്തിന്റെ നിരീക്ഷണത്തിലാണ്. മേഖലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിയതായി ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞു. വ്യാപാര സ്ഥാപനങ്ങളിലടക്കം എത്തുന്നവർ സാമൂഹിക അകലവും കോവിഡ് നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്നും പൊതുയിടങ്ങളിൽ കൂട്ടം കൂടുന്നത് ഒഴിവാക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് CK സദാനന്ദൻ അഭ്യർത്ഥിച്ചു. പഞ്ചായത്തിനകത്ത് കോവിഡ് നിർദ്ദേശങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. CCTV ന്യൂസ് പെരുമ്പിലാവ്. ചാവക്കാട് നഗരസഭയിലെ 10 ജീവനക്കാരുടെ കോവിഡ് സ്രവ പരിശോധനയുടെ ഫലം വൈകുന്നു. നഗരസഭയിലെ 2 ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കൗൺസിലർമാരും നഗരസഭാ ജീവനക്കാരും ഉൾപ്പെടെ നഗരസഭയുമായി ബന്ധപ്പെട്ട 160-ലേറെ പേരെ കോവിഡ് സ്രവ പരിശോധനയ്ക്ക് വിധേയരാക്കിയിരുന്നു. ഇവരിൽ 10 ജീവനക്കാരുടെയും നഗരസഭാ ജീവനക്കാരുമായി അടുത്തിടപഴകിയ ഒരാളുടെയും പരിശോധനാ ഫലമാണ് ഇനി വരാനുള്ളത്. കഴിഞ്ഞ ദിവസം വന്ന ഫലം ഉൾപ്പെടെ നഗരസഭയിലെ ഒരു കൗൺസിലർ ഉൾപ്പെടെ ആകെ 10 പേർ കോവിഡ് പോസിറ്റീവ് എന്ന് സ്ഥിരീകരിച്ചിരുന്നു. അതിനാൽ ഇനി വരാനുള്ള 10 പേരുടെ ഫലം വൈകുകയാണ്. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ കോവിഡ് സ്ഥിരീകരിച്ച ആളുകളെ പ്രവേശിപ്പിച്ചു തുടങ്ങി. കഴിഞ്ഞ ദിവസം രാത്രി 20 രോഗികളെയാണ് താലൂക്ക് ആശുപത്രിയിൽ ഒരുക്കിയ കോവിഡ് കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. ആദ്യമായാണ് ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ കോവിഡ് സ്ഥിരീകരിച്ച ആളുകളെ ചികിത്സയ്ക്കായി പ്രവേശിപ്പിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ കൂടുതൽ കോവിഡ് രോഗികളെത്തിയ സാഹചര്യത്തെ തുടർന്നുണ്ടായ അസൗകര്യങ്ങളാണ് 20 പേരെ ചാവക്കാട്ടേക്ക് മാറ്റിയത്. ഇരിങ്ങാലക്കുട, അന്തിക്കാട്, ചാവക്കാട് മേഖലകളിൽ നിന്നുള്ള രോഗികളാണ് ഇവിടെയുള്ളത്. 30 കോവിഡ് രോഗികൾക്കുള്ള സൗകര്യമാണ് നിലവിൽ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഒരുക്കിയിട്ടുള്ളത്. എന്നാൽ വെള്ളിയാഴ്ച രാത്രിയോടെ ഇവരെ മുളങ്കുന്നത്ത്കാവ് കിലയിൽ ഒരുക്കിയ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക് മാറ്റി. ഇവരുടെ ചികിത്സയ്ക്കുള്ള ഡോക്ടർമാരെയും നഴ്സുമാരെയും ഉറപ്പാക്കുന്നതിനുള്ള പ്രയാസമാണ് മെഡിക്കൽ കോളേജിന് അടുത്തുള്ള കിലയിലേക്ക് ഇവരെ മാറ്റാനുള്ള കാരണമെന്നാണ് സൂചന. എന്നാൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ കൂടുതൽ രോഗികളെത്തിയാൽ അടുത്ത ദിവസം കോവിഡ് രോഗികൾ വീണ്ടും ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെത്തും. ചാവക്കാട് നഗരസഭയാണ് രോഗികൾക്കുള്ള ഭക്ഷണം എത്തിച്ചു നൽകുന്നത്. കൂടുതൽ രോഗികളെത്തുന്ന സാഹചര്യമുണ്ടായാൽ പുത്തൻകടപ്പുറം ഫിഷറീസ് ടെക്നിക്കൽ സ്കൂളിൽ FLT കേന്ദ്രം തുടങ്ങുന്നതും നഗരസഭയുടെയും താലൂക്ക് ആശുപത്രി അധികൃതരുടെയും പരിഗണനയിലുണ്ട്. CCTV ന്യൂസ് ചാവക്കാട്.
ചാവക്കാട്ടെ കോവിഡ് സ്ഥിരീകരണം തനിക്കെതിരെ വില കുറഞ്ഞ ആരോപണങ്ങളുമായി കോൺഗ്രസ് രംഗത്തുനിന്ന് തീർത്തും ദൗർഭാഗ്യകരമാണെന്ന് നഗരസഭാ ചെയർമാൻ NK അക്ബർ പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളുടെ ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നഗരസഭയിൽ NULM ജീവനക്കാരിക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ തന്നെ എല്ലാ ജീവനക്കാരെയും 32 കൗൺസിലർമാരെയും പരിശോധനയ്ക്ക് വിധേയരാക്കിയിരുന്നു. 18-ന് രോഗം സ്ഥിരീകരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ 19 നടത്താൻ നിശ്ചയിച്ചിരുന്ന വനിതാ മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഒഴിവാക്കി മുഴുവൻ കൗൺസിലർമാരും ചെയർമാനും അടക്കം സ്വയനിരീക്ഷണത്തിൽ പോയിരുന്നു. ഓഫീസ് അടച്ചിടാൻ തീരുമാനമെടുക്കേണ്ടത് മജിസ്റ്റീരിയൽ അധികാരമുള്ളവരാണ് എന്നും ചെയർമാൻ പറഞ്ഞു. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ജീവനക്കാരുടെ എണ്ണം എത്ര കുറഞ്ഞാലും ഓഫീസ് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണെന്നും രാഷ്ട്രീയ ആരോപണങ്ങളെ അവഗണിക്കുന്നതായും ചെയർമാൻ കൂട്ടിച്ചേർത്തു. 2 ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ ചെയ്തത് നഗരസഭയിലെ എല്ലാ ജീവനക്കാരെയും 32 കൗൺസിലർമാരെയും പൂൾഡ് സെന്റിനൽ സർവൈലൻസ് ടെസ്റ്റിന് വിധേയമാക്കുകയാണ് ചെയ്തത്. ഓഫീസ് അടച്ചിടണം എന്ന് പറയുന്നത് ശുദ്ധ വിവരക്കേടാണ്. നഗരസഭാ ചെയർമാനോ സെക്രട്ടറിക്കോ ഒന്നും ഓഫീസ് അടച്ചിടാനുള്ള അധികാരമില്ല. ഇന്ത്യയുടെ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള നഗരപാലിക നിയമമനുസരിച്ച് അങ്ങനൊരു അധികാരമില്ല. നിലവിലുള്ള കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് രോഗബാധിതനായ ആളുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല. ഇവിടെ ശുചീകരണ തൊഴിലാളിയുടെ പേര് വെളിപ്പെടുത്തുന്നു, നഗരസഭാ കൗൺസിലറുടെ പേരും വെളിപ്പെടുത്തുന്നു. ശുദ്ധ അസംബന്ധമാണ് ഇത് കാണിക്കുന്നത്. കോൺഗ്രസിൻ്റെ അല്പത്വവും പക്വതയില്ലായ്മയുമാണ് ഇതിലൂടെ വെളിവാകുന്നത്. കളക്ടറുടെ നിർദ്ദേശം മറികടന്ന് അന്യസംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവന്ന ചെറിയ ലോറികൾ വിൽപ്പന നടത്തിയിരുന്ന മത്സ്യം വടക്കേക്കാട് പോലീസ് പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം. വലിയ ലോറിയിൽ തൃശൂർ മാർക്കറ്റിൽ കൊണ്ടുവന്ന് ചെറിയ ലോറികളിൽ കയറ്റി തീരദേശ മേഖലകളിൽ ചില്ലറ വിൽപ്പന നടത്തുകയായിരുന്ന B4Uവിന്റെ ഉടമസ്ഥതയിലുള്ള 2 പിക്കപ്പ് ലോറികളാണ് വടക്കേക്കാട് പോലീസ് പിടിച്ചെടുത്തത്. കടപ്പുറം തൊട്ടാപ്പ് സ്വദേശി താജുദ്ദീന്റെ പക്കൽ നിന്നും 24 പെട്ടി മത്സ്യവുമായി ഒരു പിക്കപ്പ് ലോറിയും കറുകമാട് സ്വദേശി മോസിനിൽ നിന്ന് ഒരു പിക്കപ്പ് ലോറിയുമാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. ജില്ലകൾ മറികടന്ന് മത്സ്യവ്യാപാരം നടത്തരുതെന്ന ഉത്തരവ് നിലനിൽക്കവെയാണ് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ലോറികളിൽ അനധികൃതമായി മത്സ്യം കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നത്. വടക്കേക്കാട് SHOക്ക് കിട്ടിയ രഹസ്യ വിവരമനുസരിച്ച് SI അബ്ദുൾ ഹക്കീമിന്റെ നേതൃത്വത്തിൽ ASI രാജു, CPOമാരായ പ്രദീപ്, പ്രശാന്ത്, രജനീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ അണ്ടത്തോട്, മന്നലാങ്ങുന്ന് എന്നിവിടങ്ങളിൽ നിന്നാണ് വാഹനങ്ങൾ പിടികൂടിയത്. പിടിച്ചെടുത്ത മത്സ്യം പുന്നീർകുളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന് മുൻവശം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുത്ത് കുഴിച്ചുമൂടുകയും വാഹനങ്ങൾ റിപ്പോർട്ട് സഹിതം കളക്ടർക്ക് കൈമാറുമെന്നും വടക്കേക്കാട് SHO M സുരേന്ദ്രൻ പറഞ്ഞു. തീരദേശ മേഖലയിൽ കർശനമായ ചെക്കിംഗ് നടത്തി വരികയാണ്. ഇന്ന് പുലർച്ചെ 2 ലോറികളിലായിട്ട് അന്യസംസ്ഥാന മത്സ്യങ്ങൾ കടത്തി കൊണ്ടുവന്ന് വിൽപ്പന നടത്താനായിട്ട് കൊണ്ടുവന്നത് പിടിച്ചെടുത്തിരുന്നു. ലോറി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സഹിതം കൈമാറും. CCTV ന്യൂസ് പുന്നീർകുളം. ജില്ലാ കളക്ടറെയും പോലീസിനെയും വെല്ലുവിളിച്ച് ചാവക്കാട് മേഖലയിൽ വീണ്ടും മീൻ വിൽപ്പന സജീവം. കടപ്പുറം പഞ്ചായത്തിലെ കറുകമാട് പ്രദേശത്ത് ലോറിയിൽ കൊണ്ടുവന്ന് മീൻ വിൽപ്പന നടത്തിയതായി പറയുന്നു. പുലർച്ചെ 2-നും 3-നും ഇടയിലാണ് മീൻ ലോറികൾ അതിർത്തി കടന്ന് ചാവക്കാട് ഭാഗത്തേക്ക് എത്തിയത്. പോലീസിന്റെ കണ്ണ് വെട്ടിച്ചാണ് മീൻവണ്ടികൾ എത്തിയതെന്നാണ് സൂചന. ബ്ലാങ്ങാട് ബീച്ചിലെ B4U കമ്പനിയുടെ 2 മീൻവണ്ടികൾ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. 2 പേർക്കെതിരെ കേസെടുത്തതായി SIമാരായ UK ഷാജഹാൻ, S സിനോജ് എന്നിവർ അറിയിച്ചു. പിടിച്ചെടുത്ത വാഹനങ്ങളുടെ പെർമിറ്റ് റദ്ദ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. കുന്നംകുളത്ത് കോവിഡ് രോഗികളുടെ ചികിത്സയ്ക്കായി ഗവൺമെന്റ് ബദിര വിദ്യാലയം ഒരുങ്ങുന്നു. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ സന്നദ്ധ പ്രവർത്തകർ ശുചീകരിച്ചു. നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് സന്നദ്ധ പ്രവർത്തകർ മുറികൾ അണുവിമുക്തമാക്കിയത്. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ കുന്നംകുളം നഗരസഭാ പരിധിയിൽ ആദ്യം ആരംഭിച്ചത് നഗരസഭാ ടൗൺ ഹാളിലായിരുന്നു. ഇവിടെ രോഗികൾക്കായി 60 കിടക്കകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രദേശത്ത് കോവിഡ് രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ച് വരുന്ന സാഹചര്യമുണ്ടായാൽ മേഖലയിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ ചികിത്സയ്ക്കായാണ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളും റിവേഴ്സ് ക്വാറന്റൈൻ സെന്ററുകളും അതിവേഗം ഒരുങ്ങുന്നത്. കുന്നംകുളത്ത് ഗവൺമെന്റ് പോളിടെക്നിക് ഹോസ്റ്റൽ, ഓഡിറ്റോറിയം, ലേഡീസ് ഹോസ്റ്റൽ എന്നിവയും ബ്ലൈൻഡ് ഹൈസ്കൂൾ, ഡെഫ് സ്കൂൾ ഹോസ്റ്റൽ, ലോട്ടസ് പാലസ് ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലും ആവശ്യമായാൽ വിവിധ ഘട്ടങ്ങളിലായി ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ ക്രമീകരിക്കും. കുന്നംകുളം വീണ്ടും പഴയ നിലയിലേക്ക്. രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം കുറഞ്ഞതോടെ നഗരം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുകയാണ്. ടൗണിൽ വ്യാപാര സ്ഥാപനങ്ങൾ ഭാഗികമായി ശനിയാഴ്ച തുറന്നു. നഗരസഭാ പ്രദേശങ്ങളിൽ 2 ആഴ്ചയായി തുടരുന്ന കോവിഡ് വ്യാപനത്തിന്റെ തീവ്രത കുറഞ്ഞതായാണ് ആരോഗ്യ പ്രവർത്തകരുടെ വിലയിരുത്തൽ. നഗരസഭയുടെ 11-ാം വാർഡിലും 25-ാം വാർഡിലും 2 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതോടെയാണ് മേഖലയിൽ രോഗവ്യാപന സാധ്യത കണ്ടെത്തിയത്. 25-ാം വാർഡിലെ കുടുംബശ്രീ വനിതാ ജീവനക്കാരിക്കും 11-ാം വാർഡിലെ ഒരു യുവാവിനുമാണ് ആദ്യം കോവിഡ് സ്ഥിരീകരിച്ചത്.
തുടർന്ന് നഗരസഭയിലെ ജീവനക്കാർക്കും കുടുംബശ്രീ പ്രവർത്തകർക്കും 11-ാം വാർഡിലെ മറ്റു പലർക്കും രോഗം സ്ഥിരീകരിച്ചതോടെ സ്ഥിതി കൈവിട്ട നിലയിലായി. ഇതോടെ നഗരകേന്ദ്രം കണ്ടെയ്ൻമെന്റ് സോണിലേക്ക് നീങ്ങി. നഗരസഭയിലെ 18, 19, 20 വാർഡുകളിൽ നിന്നും ആരോഗ്യ വിഭാഗം ശേഖരിച്ച ഏകദേശം 30 പേരുടെ സ്രവ പരിശോധനാ ഫലമാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നിട്ടുള്ളത്. എല്ലാ പരിശോധനാ ഫലവും നെഗറ്റീവ് ആയത് ആശ്വാസമായി. ഇതോടെ ആശുപത്രികളിൽ കഴിഞ്ഞിരുന്നവർ വീടുകളിൽ തിരിച്ചെത്തി തുടങ്ങി. നഗരസഭയിലെ 7-ാം വാർഡായ കക്കാട്, 8-ാം വാർഡായ മുനിമട എന്നീ വാർഡുകളെ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നും ഒഴിവാക്കിയതായി ജില്ലാ ഭരണകൂടം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് അടച്ചിട്ടിരുന്ന കൺസ്യൂമർ ഫെഡ് മദ്യവിൽപ്പനശാല, മിനി സിവിൽ സ്റ്റേഷൻ, വില്ലേജ് ഓഫീസുകൾ, കോടതി, ബാർ എന്നിവയും ഈ വാർഡുകളിൽ ഉൾപ്പെടുന്ന ബേക്കറികൾ, ഫാൻസി കടകൾ, തുണിക്കടകൾ എന്നിവ ശനിയാഴ്ച തുറന്നു പ്രവർത്തിച്ചു. CCTV ന്യൂസ് കുന്നംകുളം. കടങ്ങോട് മേഖലയിൽ ആശങ്ക ഒഴിയുന്നു. കോവിഡ് ബാധിതനുമായി സമ്പർക്കമുണ്ടായ ഭൂരിഭാഗം പേരുടെയും പരിശോധനാ ഫലം നെഗറ്റീവാണ്. കോവിഡ് ബാധിതന്റെ വീട്ടുകാരുമായ 5 പേരിൽ 3 പേരുടെയും സമീപവാസികളായ ബന്ധുക്കൾ 11 പേരിൽ 10 പേരുടെയും ഫലം നെഗറ്റീവായി. ഇദ്ദേഹത്തിന്റെ സഹോദരന്റെ ഉൾപ്പെടെ 3 പേരുടെ പരിശോധനാ ഫലമാണ് ഇനി ലഭിക്കാനുള്ളത്. ഒരേ വീട്ടിൽ കഴിഞ്ഞവരുടെ ഫലം നെഗറ്റീവായത് നാട്ടുകാർക്ക് ആശ്വാസം പകർന്നു. സമ്പർക്ക വ്യാപനം കണക്കിലെടുത്ത് കടങ്ങോട് മേഖല കണ്ടെയ്ൻമെന്റ് സോണാക്കുകയും കഴിഞ്ഞ ദിവസം ഒഴിവാക്കുകയും ചെയ്തിരുന്നു. കോവിഡ് ബാധിതന്റെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. ഇദ്ദേഹം ഇപ്പോൾ തേജസ് കോളേജിലെ ക്വാറന്റൈൻ സെന്ററിൽ കഴിയുകയാണ്. എരുമപ്പെട്ടിയിൽ ക്വാറന്റൈൻ കാലാവധി കഴിയും മുൻപ് പുറത്തിറങ്ങി സമ്പർക്കം പുലർത്തിയ യുവാവിനെതിരെ പോലീസ് കേസെടുത്തു. കടങ്ങോട് തെക്കുമുറി സ്വദേശിക്കെതിരെയാണ് പകർച്ചവ്യാധി നിയന്ത്രണ നിയമമനുസരിച്ച് കേസെടുത്തത്. കഴിഞ്ഞ 12-ാം തീയതിയാണ് പ്രവാസിയായ യുവാവ് നാട്ടിലെത്തിയത്. ക്വാറന്റൈൻ ലംഘിച്ചതായി കണ്ടെത്തിയ സാഹചര്യത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി സ്വീകരിച്ചത്. മണലൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മുരളി പെരുന്നെല്ലി MLAയുടെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നു. മേഖലയിൽ ഊർജിത പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുവാൻ യോഗം തീരുമാനിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ KT സുജ, പോലീസ് പ്രതിനിധി എന്നിവർ പങ്കെടുത്തു. സാമൂഹികാരോഗ്യ കേന്ദ്രമടക്കമുള്ള ആശുപത്രികളിൽ സന്ദർശകരുടെ തിരക്ക് ഒഴിവാക്കുന്നതിനുള്ള നടപടികളും വരുന്ന രോഗികളുടെയും കൂടെയുള്ളവരുടെയും പേര്, മേൽവിലാസം, ഫോൺ നമ്പർ എന്നിവ രേഖപ്പെടുത്തുന്നതിനുള്ള രജിസ്റ്റർ സംവിധാനമൊരുക്കുക, ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ആശാ വർക്കർമാർ വഴി കൃത്യമായി വീടുകളിൽ എത്തിക്കുക തുടങ്ങിയ തീരുമാനങ്ങളെടുത്തു. പ്രതിരോധ കുത്തിവയ്പ്പിന് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും സബ് സെന്ററുകളിലും തയ്യാറാക്കിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ജനങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്നും അണുനശീകരണത്തിനായി ബ്ലോക്ക് തലത്തിൽ തന്നെ ഉപകരണം വാങ്ങണമെന്നും ആളുകൾ കൂട്ടം കൂടുന്നതും കോവിഡ് പ്രോട്ടോകോൾ ലംഘിക്കുന്നതും പച്ചക്കറി, പലവ്യഞ്ജനം തുടങ്ങിയ കടകളിലെ തിരക്ക് കുറയ്ക്കുന്നതിനാവശ്യമായ നടപടികളും പോലീസ് ഇടപെട്ട് നടത്തണമെന്നും തീരുമാനിച്ചു. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ആവശ്യമായ സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും തയ്യാറാകേണ്ടതുണ്ട്. സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആവശ്യമായ സന്നദ്ധ പ്രവർത്തകരെ തെരഞ്ഞെടുത്ത് അവർക്ക് പരിശീലനം നൽകണം. വാർഡ് തല ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം ഊർജിതപ്പെടുത്തണമെന്ന നിർദ്ദേശങ്ങളും യോഗത്തിൽ MLA നൽകി. സാമൂഹിക വ്യാപനം തടയുന്നതിനാവശ്യമായ എല്ലാ കരുതലും പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നും മുരളി പെരുന്നെല്ലി MLA അറിയിച്ചു. CCTV ന്യൂസ് കേച്ചേരി. എരുമപ്പെട്ടി പഞ്ചായത്ത് 18-ാം വാർഡിലെ കരിയന്നൂരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അണുനശീകരണം നടത്തി. കരിയന്നൂർ KSEB ഓഫീസ്, അംഗൻവാടി, ബസ് കാത്തിരിപ്പ് കേന്ദ്രം, സ്വകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങിയവയാണ് അണുനശീകരണം നടത്തിയത്. സുബിമോൻ, സൈനുൽ ആബിദ്, അബു താഹിർ, അൽതാഫ്, ശരത്ത്, ഹനീഫ, ഹരിലാൽ, ഇബ്രാഹിം തുടങ്ങിയവർ നേതൃത്വം നൽകി. കടങ്ങോട് പഞ്ചായത്തിൽ കോവിഡ് ജാഗ്രതയിലിരിക്കുന്ന മരത്തങ്കോട് AKG പ്രദേശം യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ അണുനശീകരണം നടത്തി. 16, 17, 18 വാർഡുകളിലാണ് അണുനശീകരണം നടത്തിയത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിബിൻ K മോഹന്റെയും വ്യാപാരി വ്യവസായ കോൺഗ്രസ് നേതാവ് റഫീഖ് ഐനിക്കുന്നതിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തകരായ MP സിജോ, ശ്രീരാഗ്, വിഷ്ണു ചെറുമനങ്ങാട്, ഫാദിൽ പള്ളിമേപ്പുറം തുടങ്ങിയവർ പ്രവർത്തനത്തിൽ പങ്കാളികളായി. ചൂണ്ടൽ പഞ്ചായത്തിലെ കണ്ടെയ്ൻമെന്റ് മേഖലയിൽ ഡിവൈഎഫ്ഐ കേച്ചേരി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അണുനശീകരണം നടത്തി. ചൂണ്ടൽ പഞ്ചായത്തിലെ കണ്ടെയ്ൻമെന്റ് സോണുകളിലെ പാതയോരങ്ങളും വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അണുവിമുക്തമാക്കിയത്. കേച്ചേരി, ചെറുനെല്ലൂർ, പട്ടിക്കര, മണലി, ആയമുക്ക്, പറപ്പൂക്കാവ് എന്നീ മേഖലകളിൽ നടന്ന അണുനശീകരണ പ്രവർത്തനങ്ങൾക്ക് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി PB അനൂപ്, കുന്നംകുളം ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി KS സൈഫുദ്ദീൻ, SFI കുന്നംകുളം ഏരിയ സെക്രട്ടറി സച്ചിൻ പ്രകാശ്, ഡിവൈഎഫ്ഐ കേച്ചേരി മേഖലാ പ്രസിഡന്റ് VM നിസാം, മേഖലാ വൈസ് പ്രസിഡന്റ് ഫഹദ് പട്ടിക്കര, അജ്മൽ, ലിയോൺസ് എന്നിവർ നേതൃത്വം നൽകി. മറ്റു വാർത്തകൾ. എരുമപ്പെട്ടി മങ്ങാട് ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണം. വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ തല്ലി തകർത്തു. മങ്ങാട് വടക്കേമുക്ക് അജിതന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയാണ് നശിപ്പിച്ചത്. രാവിലെ അയൽവാസിയാണ് ഓട്ടോറിക്ഷയുടെ ഗ്ലാസ് തകർന്നു കിടക്കുന്നത് കണ്ടത്. എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. ദിവസങ്ങൾക്ക് മുൻപ് രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിക്കാലുകൾ നശിപ്പിക്കുകയും പഞ്ചായത്തിന്റെ കുടിവെള്ള വിതരണത്തിനായി കൊണ്ടുവന്ന പൈപ്പ് മോഷ്ടിക്കുകയും ചെയ്തിരുന്നു. ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു.
പഞ്ചായത്ത് 2.34 കോടി രൂപ ചെലവ് ചെയ്ത് 1121 ചതുരശ്ര മീറ്റർ ചുറ്റളവിലാണ് കെട്ടിട സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷത വഹിച്ചു. ഓഫീസ് സമുച്ചയത്തിലെ കോൺഫറൻസ് ഹാൾ വടക്കാഞ്ചേരി MLA അനിൽ അക്കരയും തൊഴിലുറപ്പ് പദ്ധതി ഓഫീസ് ചേലക്കര MLA UR പ്രദീപും ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. വടക്കാഞ്ചേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ ശിവപ്രിയ സന്തോഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം കല്യാണി S നായർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AP കുഞ്ഞിക്കോയത്തങ്ങൾ, PV സുലൈമാൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ദേശീയതലത്തിൽ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം നേടിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസിന് ബ്ലോക്ക് ഭരണസമിതിയുടെ ഉപഹാരം ചടങ്ങിൽ വെച്ച് മന്ത്രി സമ്മാനിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ EK വിനോദ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ CS സുരഭി, കോൺട്രാക്ടർ MM സുബൈർ എന്നിവർക്കും ഉപഹാരം സമർപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP സുനിത ചടങ്ങിന് സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി AK സരിത നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് എരുമപ്പെട്ടി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ അപമാനിക്കാനായി ഫോട്ടോ മോർഫ് ചെയ്ത് അശ്ലീല ചിത്രമാക്കി സാമൂഹ്യ മാധ്യമങ്ങളെ പ്രചരിപ്പിച്ച വ്യക്തിക്കെതിരെ എരുമപ്പെട്ടി പോലീസ് കേസെടുത്തു. മരത്തങ്കോട് ചെറുമനങ്ങാട് മുസ്ലിം വീട്ടിൽ ഉമ്മറിനെതിരെയാണ് കേസ്. കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് PK സുലൈമാന്റെ പരാതിയിലാണ് നടപടി. ക്യാബിനറ്റ് പദവിയുള്ള രമേശ് ചെന്നിത്തലയെ അപമാനിക്കുന്നതിലൂടെ പ്രദേശത്ത് മനഃപൂർവ്വം രാഷ്ട്രീയ സംഘർഷമുണ്ടാക്കാനാണ് ഇയാൾ ശ്രമം നടത്തിയതെന്ന് പരാതിയിൽ പറയുന്നു. ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. മഴവഞ്ചേരി എഴുവൻവളപ്പിൽ കൃഷ്ണന്റെ മകൻ വിദ്യാധരനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 7 മണിയോടെ ഇയാൾ ചെമ്മന്തട്ടിൽ വെച്ചാണ് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. പരിക്കേറ്റ വിദ്യാധരനെ കേച്ചേരി ആക്സ് പ്രവർത്തകർ കാണിപ്പയർ യൂണിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് തിരുവത്ര താഴത്ത് കുടുംബ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കലും താഴത്ത് കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ രൂപീകരണവും നടന്നു. വിദ്യാർത്ഥികളെ ആദരിക്കൽ താഴത്ത് ബുഷറ മെമ്മോറിയൽ പുരസ്കാരം നൽകിക്കൊണ്ട് TM ഷാഹുൽ ഹമീദ് നിർവഹിച്ചു. ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം TM ബാവ നടത്തി. അംഗങ്ങളായ TM കാസിം, TS അബ്ബാസ്, AM ഷിഹാബ്, NV അഷ്റഫ്, TM സലീം, RH ഹാരിസ് തുടങ്ങിയവർ പങ്കെടുത്തു. ചാലശ്ശേരി പഞ്ചായത്തിലെ ക്വാറന്റൈൻ സെന്ററായ റോയൽ ഡെന്റൽ കോളേജിലെ പ്രവാസികൾക്ക് 2 ദിവസത്തെ സ്പെഷ്യൽ ഭക്ഷണം ഉൾപ്പെടെ തുടർച്ചയായി 6 ദിവസം നൽകിയ എന്റെ ചാലശ്ശേരി കൂട്ടായ്മയുടെ പ്രവർത്തനം മാതൃകയായി. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എന്റെ ചാലിശ്ശേരി പ്രവാസി കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളെല്ലാം ശ്രദ്ധേയമായിരുന്നു. UAE-യുടെ വിവിധ എമിറേറ്റുകളിൽ താമസിക്കുന്നവർക്കും കൂട്ടായ്മയിലെ നാട്ടിൽ കുടുങ്ങിയവരെയും കമ്മിറ്റി ഭാരവാഹികൾ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും പ്രയാസമനുഭവിക്കുന്ന മെമ്പർമാർക്കും അല്ലാത്ത പ്രവാസികൾക്കും ആവശ്യമായ ഭക്ഷണ കിറ്റ് എത്തിക്കുവാനും അത്യാവശ്യമായ മരുന്നുകൾ എത്തിച്ചു നൽകാനും എന്റെ ചാലിശ്ശേരി പ്രവാസി കൂട്ടായ്മയ്ക്ക് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഹോം ക്വാറന്റൈൻ സൗകര്യമില്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന പ്രവാസികൾക്ക് 6 ദിവസത്തെ ഭക്ഷണം ഒരുക്കി തന്ന എന്റെ ചാലിശ്ശേരി കൂട്ടായ്മയുടെ ഭാരവാഹികളെയും മെമ്പർമാരെയും ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഭിനന്ദിച്ചു. കൂട്ടായ്മയ്ക്ക് വേണ്ടി സെക്രട്ടറി റിയാസ് അച്ചാരത്ത്, വൈസ് പ്രസിഡന്റ് PMA ലത്തീഫ്, നസീർ പരുവിങ്ങൽ, നൌഷാദ് മുക്കൂട്ട, മജീദ് തച്ചറായിൽ, റിയാസ്, ഇസ്മായിൽ ചുള്ളിയിൽ എന്നിവർ നേതൃത്വം നൽകി. തുടർന്നും ചാലിശ്ശേരിയുടെ പൊതു സാമൂഹ്യ മേഖലകളിൽ ഇത്തരത്തിലുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി ഉണ്ടാകുമെന്ന് കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു. CCTV ന്യൂസ് പെരുമ്പിലാവ്. CPM ഗുരുവായൂർ കർണങ്കോട്ട് ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. CBSE SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ എലവത്തിങ്കൽ ജോമോന്റെ മകൾ മേരി കാർമൽ, CBSE +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ മുതിരമ്പറമ്പത്ത് സുനിലിന്റെ മകൾ ജയശ്രീ എന്നിവരെയാണ് ആദരിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ M രതി ഉപഹാരം സമ്മാനിച്ചു. CPM ബ്രാഞ്ച് സെക്രട്ടറി P അരവിന്ദൻ, VP അബു, വത്സൻ കളത്തിൽ, SFI ഏരിയ പ്രസിഡന്റ് KR അമൽ എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും റെക്കോർഡുകൾ ഭേദിച്ചു. 1 ഗ്രാം സ്വർണ്ണത്തിന് 4765 രൂപയാണ് വില. ചരിത്രത്തിൽ ആദ്യമായി പവന്റെ വില 38,120 രൂപയിലെത്തി. 1 ഗ്രാമിന് 30 രൂപയാണ് വർദ്ധിച്ചത്. പവന് 240 രൂപയാണ് കൂടിയത്. ഈ വർഷം മാത്രം സ്വർണ്ണവിലയിൽ 30% വർധനയാണ് രേഖപ്പെടുത്തിയത്. 2011 ശേഷം ഇതാദ്യമായി അന്താരാഷ്ട്ര വിപണിയിൽ 1 ഔൺസ് സ്വർണ്ണത്തിന്റെ വില $1,900 കോവിഡ് വൈറസ് ബാധ തുടർന്നുണ്ടായ സാമ്പത്തിക അനിശ്ചിതാവസ്ഥയാണ് സ്വർണ്ണവില ഉയരാനുള്ള പ്രധാന കാരണം. അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ വൈദ്യുതിയില്ലാതെ ദുരിത ജീവിതം നയിച്ചിരുന്ന പഴഞ്ഞി മാർ ബസേലിയോസ് സ്കൂളിൽ പഠിക്കുന്ന സഹോദരങ്ങളായ വിദ്യാർത്ഥികളുടെ വീട് സ്കൂൾ അധികൃതരുടെ നേതൃത്വത്തിൽ നവീകരിച്ച് നൽകി. ചോർന്നൊലിക്കുന്ന വീട്ടിൽ കഴിഞ്ഞിരുന്ന മേലെ പട്ടിത്തടം പഴുക്കാത്തടത്തിൽ മണിയുടെ കുടുംബത്തിന്റെ ദുരവസ്ഥയ്ക്കാണ് അധ്യാപകരുടെ നേതൃത്വത്തിൽ പരിഹാരം കണ്ടത്.
വിദ്യാർത്ഥിയുടെ ഓൺലൈൻ പഠന വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വീട്ടിലെത്തിയപ്പോഴാണ് അധ്യാപകർ കുടുംബത്തിന്റെ ദുരവസ്ഥ മനസ്സിലാക്കിയത്. തുടർന്ന് അധ്യാപകരുടെ നേതൃത്വത്തിൽ പണം സ്വരൂപിച്ച് വീട് നവീകരിക്കുകയായിരുന്നു. പ്രധാന അധ്യാപകൻ ജിബ്ലസ് ജോർജിന്റെ നേതൃത്വത്തിലാണ് പണം സ്വരൂപിച്ചത്. ഇതിലേക്ക് സ്കൂളിലെ 4ാം ക്ലാസ്സുകാരൻ SS മാസ്റ്റർ സായൂജ് തന്റെ കുടുക്ക സമ്പാദ്യമായ 5620 രൂപയും നൽകി. വാടങ്കം മോളി തമ്പിയുടെ ഇടപെടലും നവീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കി. ഏതു നിമിഷവും നിലംപതിക്കാവുന്ന ഓലമേഞ്ഞ കൂരയിൽ നിന്നും കുടുംബത്തെ സ്കൂൾ അധികൃതർ ഷീറ്റുമേഞ്ഞ വീട്ടിലെത്തിച്ചു. വൈദ്യുതി നവീകരണം മേഖലയിലെ ഇലക്ട്രീഷ്യന്മാരായ ഷിബു, ജോബ് സി, AK പ്രിൻസ് തുടങ്ങിയവർ സൗജന്യമായി ചെയ്തു നൽകി. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ മൂലേപ്പാട് വാടങ്കം വിജയ ഗോപി സന്നദ്ധ പ്രവർത്തകരിൽ നിന്നും പണം സ്വരൂപിച്ച് സ്കൂളിന് കൈമാറിയിരുന്നു. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച വീട്ടിൽ സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ചെറുവത്തൂർ വൈദ്യുതീകരിച്ചതിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഓൺലൈൻ പഠന സൗകര്യത്തിന് സജ്ജമാക്കിയ ടെലിവിഷന്റെ സ്വിച്ച് ഓൺ കർമ്മം വാടങ്കം മോളി തമ്പിയും നിർവഹിച്ചു. CCTV ന്യൂസ് പെരുമ്പിലാവ്. എരുമപ്പെട്ടി ശങ്കരൻകാവ് അംഗൻവാടിയിൽ നിന്ന് വിരമിക്കുന്ന ജീവനക്കാരി വിജയലക്ഷ്മി ടീച്ചർക്ക് യാത്രയയപ്പ് നൽകി. ചടങ്ങിൽ +2 SSLC പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളായ സിലിയ, ബിൻഡ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. വാർഡ് മെമ്പർ റോസി പോൾ സമ്മാനദാനം നടത്തി. ജാൻസി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. സോണിയ, ബിന്ദു എന്നിവർ സംസാരിച്ചു. മധുരപലഹാര വിതരണവും ഉണ്ടായിരുന്നു. ടീം ആർട്സ് ചെന്നൈയും ഹരിതൻ ടീമും മെഡിമിക്സിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ലഘുനാടക മത്സരത്തിൽ ഞമനങ്ങാട് തിയേറ്റർ വില്ലേജിന്റെ മഞ്ഞയ്ക്ക് മികച്ച നേട്ടം. കോവിഡ് കാലമായതിനാൽ കാണികളില്ലാതെ ഓൺലൈൻ മത്സരമായിട്ടാണ് നടത്തിയത്. മെഡിമിക്സ് ചെയർമാൻ ഡോക്ടർ AV അനൂപാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. ജയൻ തിരുമന ചെയർമാനായ ജൂറിയിൽ പയ്യന്നൂർ മുരളി, രാജേഷ് ഇരുളം, അനിൽ മാള, അഭിലാഷ് പരമേശ്വരൻ എന്നിവരായിരുന്നു വിധികർത്താക്കൾ. മികച്ച നാടകത്തിനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരമാണ് ഞമനങ്ങാട് തിയേറ്റർ വില്ലേജിന്റെ മഞ്ഞ എന്ന നാടകത്തിന് തേടിയെത്തുക. 3/4 മണിക്കൂർ ദൈർഘ്യമുള്ള മത്സരത്തിൽ മികച്ച പ്രകടനം മഞ്ഞ നടത്തിയതായി ജൂറി അഭിപ്രായപ്പെട്ടു. 2 ആത്മാർത്ഥ സുഹൃത്തുക്കൾ കിണർപ്പണിക്കിടെ നിധികുംഭം കണ്ടെത്തുന്നതും പിന്നീട് ഇവർ തമ്മിലുണ്ടാകുന്ന സംഘർഷവുമാണ് നാടകത്തിന്റെ ആകെ ഇതിവൃത്തം. പകയും വൈരാഗ്യവും മനസ്സിലെ എല്ലാവിധ ദുരയും മറയില്ലാതെ പ്രകടിപ്പിക്കുന്ന പച്ചയായ മനുഷ്യ മനസ്സിന്റെ വികാരം അരങ്ങിൽ അനാവരണം ചെയ്യപ്പെടുന്നു. പിന്നീട് ഇതെല്ലാം താൻ കാണുന്ന സ്വപ്നമാണെന്ന് നായകൻ മനസ്സിലാക്കുമ്പോഴും മനസ്സിലെ വ്യത നിലനിൽക്കുന്നതാണ് നാടകം വരച്ചു കാട്ടുന്നത്. ജെയ്സൺ ഗുരുവായൂരാണ് രചനയും സംവിധാനവും നിർവഹിച്ചത്. ദാമോദർ മമ്പള്ളി, സരീഷ് പുലഞ്ചേരി, സതീഷ് അയ്യപ്പൻ എന്നിവരായിരുന്നു അഭിനേതാക്കൾ. തത്സമയം കിണർ കുഴിച്ച് അരങ്ങിൽ വെളിച്ച വിന്യാസത്തിലും മറ്റും വരുത്തിയ നൂതന പരീക്ഷണങ്ങൾ ശ്രദ്ധ പിടിച്ചുപറ്റി. ഞമനങ്ങാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന തിയേറ്റർ വില്ലേജ് കുട്ടികൾക്കിടയിലും മറ്റും നാടക പ്രവർത്തനങ്ങളുമായി സജീവമാണ്. നിരവധി മികച്ച അംഗീകാരങ്ങളും ഇവരെ തേടിയെത്തിയിട്ടുണ്ട്. ഈ മഹാമാരിയുടെ ഈ കാലഘട്ടത്തിൽ കാണികളില്ലാതെ ഒരു നാടകം അഭിനയിക്കുക എന്നുള്ളത് നടന്മാരെ സംബന്ധിച്ച് വളരെ പ്രയാസകരമായ അല്ലെങ്കിൽ ഒരു വേറിട്ട ഒരു അനുഭവമായിട്ട് മാറുകയാണ് ഉണ്ടായത്. അതിൻ്റെ ജൂറിയുടെ സ്പെഷ്യൽ ഒരു അവാർഡ് ഞമനങ്ങാട് തിയേറ്റർ വില്ലേജിൻ്റെ മഞ്ഞ എന്ന ഈ നാടകത്തിന് ലഭിച്ചു. ന്യൂസ് ഡെസ്ക് CCTV. +2 LSS എന്നീ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചാവക്കാട് മുല്ലത്തറ DYFI കേരള മൈതാനി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടന്ന ചടങ്ങ് DYFI സംസ്ഥാന കമ്മിറ്റി അംഗം KK മുബാറക് ഉദ്ഘാടനം ചെയ്തു. കേരള മൈതാനി യൂണിറ്റ് സെക്രട്ടറി ആഷിഖ്, വൈസ് പ്രസിഡന്റ് വിമൽ, ജോയിന്റ് സെക്രട്ടറി ഇല്യാസ്, മറ്റു ഭാരവാഹികളായ അനസ്, നിതിൻ, ഇജിലാൽ, സഹൃദയ കുമാർ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ് ഇംപാക്ട്. ചോർന്നൊലിക്കുന്ന ഒറ്റമുറി വീട്ടിൽ കഴിയുന്ന ഫാത്തിമയ്ക്കും കുടുംബത്തിനും സുമനസ്സുകളുടെ പിന്തുണയോടെ പുതിയ വീട് നിർമ്മിച്ചു നൽകും. സുരക്ഷാ ഭവനം ഒരുക്കുവാനായി വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിൽ സുമനസ്സുകൾ ഒത്തുചേർന്നു. വെള്ളിയാഴ്ച വൈകിട്ടാണ് വടക്കേക്കാട് SHO M സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ സന്നദ്ധ സംഘടനകളുടെയും പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളുടെയും നേതൃത്വത്തിൽ കൂടിയാലോചനാ യോഗം നടന്നത്. പുന്നൂർക്കുളം AE ഓഫീസിന് സമീപം പെരിയാട്ടയിൽ ഫാത്തിമയും ഭർത്താവും 2 മക്കളുമടങ്ങുന്ന കുടുംബം ഇടിഞ്ഞുപൊളിഞ്ഞു വീഴാറായ ഒറ്റമുറി വീട്ടിലാണ് കഴിയുന്നത്. ഈ കുടുംബത്തിന്റെ ദുരവസ്ഥ CCTV റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് ജനമൈത്രി പോലീസുമായി സഹകരിച്ച് സുമനസ്സുകൾ വീട് വെച്ചുകൊടുക്കുവാൻ രംഗത്തുവന്നത്. ഫാത്തിമയ്ക്ക് കുടുംബസ്വത്തിൽ നിന്നു ലഭിച്ച 4 സെന്റ് ഭൂമിയിൽ 590 ചതുരശ്ര അടി വിസ്തൃതിയിൽ 6 ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന വീട് നിർമ്മിക്കും. പുന്നൂർക്കുളം യൂത്ത് ക്ലബ് തറപ്പണിക്കുള്ള ചെലവ് വഹിക്കും. പുന്നൂർക്കുളം സാന്ത്വന വെൽഫെയർ സൊസൈറ്റി കട്ടിള, ജനൽ എന്നിവയുടെ ചെലവ് നടത്തുവാനും യോഗത്തിൽ ധാരണയായി. എത്രയും പെട്ടെന്ന് പണികൾ തുടങ്ങി പൂർത്തീകരിച്ച് ഈ കുടുംബത്തെ സുരക്ഷിത ഭവനത്തിലേക്ക് മാറ്റുന്നതോടും കൂടി ഫാത്തിമയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മനോദൗർബല്യത്തിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വടക്കേക്കാട് SHO M സുരേന്ദ്രന്റെ സാന്നിധ്യത്തിൽ SI അബ്ദുൾ ഹക്കീം, CCTV പുന്നൂർക്കുളം റിപ്പോർട്ടർ PP ഫൈസൽ,
യൂത്ത് ക്ലബിനെ പ്രതിനിധീകരിച്ച് പ്രസിഡന്റ് ബാബു, സാന്ത്വനം വെൽഫെയർ സൊസൈറ്റിയെ പ്രതിനിധീകരിച്ച് പ്രസിഡന്റ് ഷംസു, വടക്കേക്കാട് അഭയം പാലിയേറ്റീവ് കെയർ യൂണിറ്റിനുവേണ്ടി KV ഹംസ, സേവ പുന്നയൂർകുളത്തിനുവേണ്ടി സക്കരിയ, സാമൂഹ്യപ്രവർത്തകൻ PM.A. നാസർ, അമീറുദ്ദീൻ തുടങ്ങിയവരും പങ്കെടുത്തു. വീട് നിർമ്മാണത്തിനായി ജനകീയ സമിതി രൂപീകരിച്ച് വാർഡ് മെമ്പറും പൊതുപ്രവർത്തകനുമായ KH ആബിദ്, റാണ പ്രതാപ്, സുനിൽ ചെറായി, സൈനുദ്ദീൻ, ഷംസു എന്നിവരെ തെരഞ്ഞെടുത്തു. CCTV ന്യൂസ് പുന്നയൂർകുളം. നിർധനരായ വിദ്യാർത്ഥികൾക്ക് സഹായഹസ്തവുമായി മന്ദലാകുന്ന KSU പ്രവർത്തകർ പുന്നൻ ഔഷാദിന്റെ രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി മന്ദലാകുന്ന KSU പ്രവർത്തക നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ലീഡർ സ്ക്വയറിൽ നടന്ന പരിപാടി പുന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KK ഖാദർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സിയാദ് കടവിൽ അധ്യക്ഷത വഹിച്ചു. PM ഷബർ ന്യൂസ്, നൂർ മുഹമ്മദ്, PK മുഹമ്മദ്, സുഹൈൽ എന്നിവർ ആശംസകൾ നേർന്നു. KSU പ്രവർത്തകരായ PA അജ്മൽ, നിബ്രാസ് പടിഞ്ഞാറയിൽ, ഷിയാസ് കരുത്താക്ക എന്നിവർ പങ്കെടുത്തു. ജനറൽ സെക്രട്ടറി നഫീർ മുഹമ്മദ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് ആബിർ അക്ബർ ഷാ നന്ദിയും പറഞ്ഞു. തിരുവായൂർ സ്കൂളിൽ 2ാം ഘട്ട TV വിതരണം നടത്തി. സ്കൂളിലെ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും മാനേജ്മെന്റും ബാങ്ക് ഓഫ് ബറോഡ ഗുരുവായൂർ ബ്രാഞ്ചും ചേർന്നാണ് TV വിതരണം ഒരുക്കിയത്. ബാങ്ക് മാനേജർ ശൈലേഷ്, പ്രിൻസിപ്പൽ ഷീന ജോർജ്, PTA വൈസ് പ്രസിഡന്റ് ഷീജ ബാബു, അശോകൻ എന്നിവർ പങ്കെടുത്തു. റേഷൻ കടകളിലെ ഇ-പോസ് മെഷീന്റെ സർവർ തകരാർ പരിഹരിച്ചില്ലെങ്കിൽ കടകൾ അടച്ച് പ്രതിഷേധിക്കുമെന്ന് ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സെബാസ്റ്റ്യൻ ചൂണ്ടൽ വ്യക്തമാക്കി. CCTVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇ-പോസ് മെഷീനുകളുടെ തകരാർ മൂലം റേഷൻ വിതരണം ഭാഗികമായി സ്തംഭിച്ച സ്ഥിതിയിലാണ്. ഇ-പോസ് സെർവർ പ്രശ്നം പരിഹരിക്കാത്തത് കോവിഡ് കാലത്ത് റേഷൻ കടകളിൽ തിരക്ക് വർദ്ധിക്കാൻ കാരണമാകുകയും ഇത് രോഗവ്യാപനത്തിന് കാരണമാകുകയും ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. ഇതിനകം 6 റേഷൻ വ്യാപാരികൾക്ക് കോവിഡ് ബാധിച്ചു കഴിഞ്ഞു. 150ഓളം വ്യാപാരികൾ നിരീക്ഷണത്തിലുമാണ്. ഈ പശ്ചാത്തലത്തിൽ റേഷൻ വ്യാപാരികൾക്കും സെയിൽസ്മാനും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാകണം. റേഷൻ കടകളിലെ തിരക്ക് നിയന്ത്രിക്കാൻ പകുതി ജില്ലകളിൽ രാവിലെയും ബാക്കി ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷമോ അതല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലും റേഷൻ വിതരണം നടത്തണമെന്നാണ് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ ആവശ്യം. വിരലടയാളം പതിപ്പിച്ച് റേഷൻ കൈപ്പറ്റുന്ന രീതിയും തൽക്കാലം നിർത്തിവെക്കണം. കാർഡുടമകൾക്ക് ഏപ്രിൽ മാസത്തിൽ കോവിഡ് കിറ്റ് വിതരണം ചെയ്ത വകയിൽ ലഭിക്കേണ്ടുന്ന വിഹിതം റേഷൻ വ്യാപാരികൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ജൂൺ മാസത്തെ വിഹിതവും മുടങ്ങിയിരിക്കുകയാണ്. സർക്കാർ ഇടപെട്ട് വ്യാപാരികൾക്ക് ലഭിക്കാനുള്ള കമ്മീഷൻ എത്രയും വേഗം ലഭ്യമാക്കണമെന്നും അല്ലാത്തപക്ഷം അസോസിയേഷന്റെ നേതൃത്വത്തിൽ സമരപരിപാടികൾ ആവിഷ്കരിക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി സെബാസ്റ്റ്യൻ ചൂണ്ടൽ വ്യക്തമാക്കി. കേരളത്തിലെ റേഷൻ കടകൾ മുഴുവൻ വിതരണം സ്തംഭിച്ചിരിക്കുകയാണ്. നെറ്റ് പ്രോബ്ലവും സർവർ പ്രശ്നവും കാരണം ഇ-പോസ് മെഷീൻ കൃത്യമായി പ്രവർത്തിക്കാത്തത് മൂലം ഈ മാസത്തിൽ പ്രധാനപ്പെട്ട എല്ലാ ദിവസങ്ങളിലും വിതരണം സ്തംഭിച്ചിരിക്കുകയാണ്. വിതരണം ചെയ്ത സൗജന്യ കിറ്റിന് കമ്മീഷൻ ഉടനടി അനുവദിക്കണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെടുന്നു. റേഷൻ വ്യാപാരികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് സർക്കാർ ഏർപ്പെടുത്തണമെന്ന് റേഷൻ വ്യാപാരികൾ ആവശ്യപ്പെടുന്നു. സർക്കാർ അടിയന്തരമായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ റേഷൻ വ്യാപാരികൾ കടകൾ അടച്ചിടേണ്ട സമരത്തിലേക്ക് കടക്കേണ്ടി വരും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. CCTV ന്യൂസ് കേച്ചേരി. +2 CBSE പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സംസ്കാര അംഗം സുരേഷ് വണ്ടിരിക്കലിന്റെ മകൻ തേജസിനെ ആദരിച്ചു. ദുബായിലെ വസതിയിൽ നടന്ന ചടങ്ങിൽ മുൻ പ്രസിഡന്റ് ധനേഷ് ചാണയിൽ VP മാമൂബ് സ്മാരക പുരസ്കാരം നൽകി പൊന്നാട അണിയിച്ച് അനുമോദിച്ചു. സംസ്കാര പ്രസിഡന്റ് അമർനാഥ് ടാബും മറ്റ് സമ്മാനവും നൽകി ആദരിച്ചു. സംസ്കാര അംഗങ്ങളായ നാഷിർ പുന്നൂക്കാവ്, സജിത്ത് അമ്പലത്ത്, സുഭാഷ് വണ്ടിരിക്കൽ എന്നിവർ പങ്കെടുത്തു. MSS പങ്ങിതരം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ +2 പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ ഡോക്ടർ റഷീദിന്റെ മകൾ മിസ്ലു റൈഹാനെ ക്യാഷ് അവാർഡും ഫലകവും നൽകി അനുമോദിച്ചു. രക്ഷാധികാരി യാവൂട്ടി ചെറുമനങ്ങാട് അധ്യക്ഷത വഹിച്ചു. സയ്യിദ് സബീൽ തങ്ങൾ യോഗം ഉദ്ഘാടനം ചെയ്തു. MH ഹംസ മുഖ്യാതിഥിയായി. സെക്രട്ടറി സത്താർ നീണ്ടൂർ സംസാരിച്ചു. കൃഷിവകുപ്പിന്റെ അഭിമാന പദ്ധതിയായ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി കൃഷിവകുപ്പിൽ 6 മാസത്തെ പരിചയ പരിശീലന പരിപാടിയിൽ അപേക്ഷിക്കാൻ അവസരം. വിദ്യാസമ്പന്നരായ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഇതിനായി അപേക്ഷിക്കാം. കൃഷി ബിരുദധാരികൾ, കൃഷി ഡിപ്ലോമക്കാർ, VHSC സർട്ടിഫിക്കറ്റ് ഉള്ളവർ, സോഷ്യൽ വർക്ക് മാനേജ്മെന്റ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ബിരുദധാരികൾ, മറ്റു ബിരുദധാരികൾ, സോഷ്യൽ വെൽഫെയർ മാനേജ്മെന്റ് ഡിപ്ലോമക്കാർ, നിലവിൽ ഈ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്നിവർക്കെല്ലാം പരിശീലന പരിപാടിയിൽ അപേക്ഷിക്കാവുന്നതാണ്. കാർഷിക രംഗത്തെ വിവരശേഖരണം, കർഷകരോട് നേരിട്ടിടപെട്ട് അനുഭവജ്ഞാനം നേടൽ, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, ഡാറ്റ എൻട്രി എന്നീ മേഖലകളിൽ പരിചയമാർജിക്കൽ എന്നിവയാണ് പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജില്ലാ കൃഷി ഓഫീസ് 10 പേർ, ബ്ലോക്ക് തലത്തിൽ
ചുമതലയുള്ള കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസ് 2 പേർ, കൃഷിഭവൻ 5 പേർ, കൃഷി ഡയറക്ടറേറ്റ് തിരുവനന്തപുരം 10 പേർ എന്നീ ക്രമത്തിലാണ് ഇന്റേൺഷിപ്പിന് അവസരമുള്ളത്. 6 മാസത്തെ പരിശീലനകാലം പൂർത്തിയാക്കുമ്പോൾ അവർക്ക് കൃഷിവകുപ്പ് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതാണ്. താൽപര്യമുള്ളവർ മേൽപ്പറഞ്ഞ സ്ഥാപനങ്ങളിൽ നേരിട്ടോ internshipdirectorate@gmail.com എന്ന മെയിൽ വിലാസത്തിലോ വിദ്യാഭ്യാസ യോഗ്യതയുടെ സാക്ഷ്യപത്രങ്ങളുടെ പകർപ്പുകളും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പുകളും സഹിതം ജൂലൈ 31 വരെ അപേക്ഷിക്കാവുന്നതാണ്. CCTV ന്യൂസ് കേച്ചേരി. പെങ്ങാമുക്ക് കോളനിയിൽ പുതുതായി പണിയുന്ന വീടുകളുടെ കട്ടൽവയ്പ് നടത്തി. കാട്ടാമ്പാൽ പഞ്ചായത്തിലെ 14-ാം വാർഡ് പെങ്ങാമുക്ക് ലക്ഷം വീട് കോളനി നിവാസികൾക്ക് കെട്ടിട നിർമ്മാതാക്കളുടെ ദേശീയ സംഘടനയായ ക്രഡായി കേരള ആർദ്രം പദ്ധതിയുടെ സൗജന്യമായി നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ കട്ടൽവയ്പാണ് നടത്തിയത്. ക്രഡായി പ്രതിനിധികളും കുടുംബാംഗങ്ങളും ചേർന്ന് കട്ടൽവയ്പ് നടത്തി. CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി MN സത്യൻ, പഞ്ചായത്ത് അംഗങ്ങളായ അനിത മുരളി, TS മണികണ്ഠൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 6 വീടുകൾ വീതം ഘട്ടം ഘട്ടമായാണ് നിർമ്മിക്കുക. ഇതിൽ തറപ്പണി പൂർണ്ണമായി കഴിഞ്ഞ 5 വീടുകളുടെ കട്ടൽവയ്പാണ് നടത്തിയത്. 13 ഇരട്ട വീടുകളിലായി 40 വർഷക്കാലം താമസിച്ചിരുന്ന 26 കുടുംബങ്ങൾക്കാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. പഴഞ്ഞി മിലിറ്ററി കുന്ന് നവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് 10ാം ക്ലാസ് പരീക്ഷ എഴുതി എല്ലാ വിഷയത്തിലും A+ കരസ്ഥമാക്കിയ നന്ദന OB, ചന്ദന CB, ജിതാമേരി എന്നീ വിദ്യാർത്ഥികളെയാണ് ഫലകവും കൃഷിഭവനിൽ നിന്ന് ലഭിച്ച വൃക്ഷത്തൈകളും നൽകി അനുമോദിച്ചത്. ഭാരവാഹികളായ ദിലീപ് പണിക്കർ, അബി, ഷൺമുഖൻ, KS സന്തോഷ്, VP ആദർശ്, MK സജു, KG രാജേഷ്, KC ബിജു, പൊതുപ്രവർത്തകൻ സാബു ഐനൂർ എന്നിവർ നേതൃത്വം നൽകി. അർഹരായ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിന് ആവശ്യമായ സഹായങ്ങൾ നൽകുവാനായി വടക്കേക്കാട് വയലത്തൂർ യൂത്ത് കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബിരിയാണി ഫെസ്റ്റ് നടത്തി. യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് നിഖിൽ G കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഉമ്മർ ചേപ്പുള്ളി, കുഞ്ഞിമോൻ വാര്യത്ത്, AT മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. വയലത്തൂർ 11-ാം വാർഡ് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംയുക്തമായി നടത്തിയ ഫെസ്റ്റിൽ 312 വീടുകളിലേക്ക് ബിരിയാണി വിതരണം ചെയ്തു. ഖാലിദ് പനങ്ങാവിൽ, റഫീഖ് കടലാപ്പറമ്പിൽ, മുനീർ, ഷെറീഫ് മുണ്ടോക്കിൽ, ഹസീബ്, റാസിൻ, തഫ്കീം, ബിനു എന്നിവർ നേതൃത്വം നൽകി. തരിശുഭൂമി കൃഷിഭൂമിയാക്കി AYF പ്രവർത്തകർ. ഒരു മണിയൂർ തരിശുഭൂമിയായി കിടന്ന സ്ഥലമാണ് AF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 1 ഏക്കർ സ്ഥലത്ത് കൃഷി ഇറക്കിയത്. തക്കാളി, വെണ്ട, മത്തൻ, പച്ചമുളക്, പയർ, കൊള്ളി, കൂർക്ക തുടങ്ങി നിരവധി പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത്. പൂർണ്ണമായും ജൈവവളങ്ങൾ ഉപയോഗിച്ചാണ് ഇവർ ഇവിടെ കൃഷി ചെയ്യുന്നത്. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജാണ് തക്കാളി തൈനട്ട് കൃഷി ഉദ്ഘാടനം നിർവഹിച്ചത്. രാജേഷ് ഒരുമനയൂരിനാണ് കൃഷിയുടെ മേൽനോട്ടം. ലോക്ഡൌൺ നാളുകളിൽ പച്ചക്കറിയുടെ 1ാംഘട്ട വിളവെടുപ്പ് നടന്നിരുന്നു. ശൈത്യകാല പച്ചക്കറികളായ കാബേജ്, കോളിഫ്ലവർ എന്നിവയും ഇതിനോടകം ഇവർ കൃഷി ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. വിഷരഹിതമായ നല്ല പച്ചക്കറികൾ ജനങ്ങളിലേക്ക് മിതമായ നിരക്കിൽ എത്തിക്കുന്നതിനുവേണ്ടി ആസാദ് എന്ന പേരിലാണ് പച്ചക്കറികൾ വിപണിയിൽ എത്തിക്കുക എന്ന് ഇവർ പറഞ്ഞു. കൂടുതൽ ആളുകൾ കൃഷിയിലേക്ക് വരുന്നതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തങ്ങളുടെ പ്രവർത്തനമെന്നും മേൽനോട്ടം വഹിക്കുന്ന രാജേഷ് ഒരുമനയൂർ പറഞ്ഞു. ഒരേക്കർ സ്ഥലത്താണ് നമ്മൾ ഈ കൃഷി ചെയ്തിട്ടുള്ളത്. പയർ ഉണ്ട്, കനകമണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ് നമ്മൾ പയർ ഇവിടെ ചെയ്തിട്ടുള്ളത്, കുറ്റിപ്പയർ. അതേപോലെ തന്നെ കൊള്ളി, വാഴ, ചേമ്പ്, കൂർക്ക, തക്കാളി, പച്ചമുളക്, വെണ്ട എന്നിവയെല്ലാം നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആളുകൾ കൃഷിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണിത് നമ്മൾ മുന്നിൽ കണ്ടിട്ടുള്ളത്. AYFിൻ്റെ എല്ലാവിധ പിന്തുണയും നമുക്കതിന് വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട്. CCTV ന്യൂസ് ചാവക്കാട്. +2 പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടിയ അനുപമ മനോഹരനെ ഞങ്ങൾ ചാവക്കാട്ടുകാർ ഗത്തർ കൂട്ടായ്മ ആദരിച്ചു. ക്യാഷ് അവാർഡും പൊന്നാടയും ഉപഹാരവും MLA KV അബ്ദുൽ ഖാദർ സമ്മാനിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AC ആനന്ദൻ അധ്യക്ഷത വഹിച്ചു. ഞങ്ങൾ ചാവക്കാട്ടുകാർ ഗത്തർ കൂട്ടായ്മ ഗ്ലോബൽ കൺവീനർ PP അബ്ദുൽ സലാം, ഭാരവാഹികളായ PV സുധീർ, അബ്ദുൽ അസീസ് മണത്തല, PP ഷാജഹാൻ, MV അബ്ദുൽ സലാം എന്നിവർ പങ്കെടുത്തു. +2 പരീക്ഷയിൽ 1200-ൽ 1200 മാർക്ക് നേടിയ അനുപമ നാടിന്റെ അഭിമാനമാണെന്ന് MLA പറഞ്ഞു. മുരളി പെരുന്നെല്ലി MLAയുടെ 2019-2020 അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ അവാർഡിന് അപേക്ഷകൾ ക്ഷണിച്ചു. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ മണലൂർ നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികളാണ് അപേക്ഷിക്കേണ്ടത്. മാർക്ക് ലിസ്റ്റ് പകർപ്പും മേൽവിലാസവും ഫോൺ നമ്പറും അടങ്ങുന്ന അപേക്ഷകൾ MLA അവാർഡ് മണലൂർ 2020@gmail.com എന്ന മെയിൽ വിലാസത്തിലേക്ക് ജൂലൈ 30-നകം അയക്കേണ്ടതാണ്. വീണ്ടും വാർത്തകളിലേക്ക്. അനധികൃത മദ്യവിൽപ്പന നടത്തിയതിന് 2 പേരെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. എടക്കഴിയൂർ 3 സെന്റ് കോളനിയിൽ കാനമ്പറമ്പത്ത് മുനീർ 30 വയസ്സ്, അകലാട് ചങ്ങാശ്ശേരി ഫിറോസ് എന്നിവരെയാണ് SIമാരായ UK ഷാജഹാൻ, SI നോജ് എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തത്. 4 ലിറ്റർ മദ്യവും പിടിച്ചെടുത്തു.
ഗുരുവായൂർ സാംസ്കാരിക വേദിയുടെ വാർഷിക യോഗത്തിന്റെ ഭാഗമായി കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത് രാഷ്ട്രപതിയിൽ നിന്ന് യുദ്ധസേവാ മെഡൽ നേടിയ ബ്രിഗേഡിയർ NK സുബ്രഹ്മണ്യനെ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. ചടങ്ങിൽ സാംസ്കാരിക വേദി പ്രസിഡന്റ് CD ജോൺസൺ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി NS സഹദേവൻ, പ്രസാദ് പട്നത്ത്, PA അരവിന്ദൻ, KB ഷൈജു എന്നിവർ പങ്കെടുത്തു. തെങ്ങിൽ നിന്ന് വീണ് തൊഴിലാളിക്ക് പരിക്കേറ്റു. കൈപ്പറമ്പ് തഴകരം വീട്ടിൽ വർഗീസിനാണ് പരിക്കേറ്റത്. മഴവഞ്ചേരി പഞ്ചായത്ത് കിണറിന് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തെങ്ങ് കയറുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കാൽ തെറ്റി താഴെ വീണ വർഗീസിന്റെ നട്ടെല്ലിന് പരിക്കേറ്റു. ഇയാളെ കേച്ചേരി ആക്സ് പ്രവർത്തകർ തൃശൂർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്വർണ്ണക്കള്ളക്കടത്ത് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് BJP കാട്ടാമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കത്തയക്കൽ സമരം നടത്തി. പഴഞ്ഞി പോസ്റ്റ് ഓഫീസിൽ നിന്നും BJP കുന്നംകുളം നിയോജകമണ്ഡലം സെക്രട്ടറി രജീഷ് ഷൈനൂർ പോസ്റ്റ് കാർഡ് അയച്ച് പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ചു. ഷാജി മനന്തൻ, സുധീഷ് KS, ബൈജു പട്ടിത്തരം, വിപിൻ KK, ജഗന്നാഥൻ, പ്രജീഷ് KP, അഖിൽ KM എന്നിവർ നേതൃത്വം നൽകി. പോർക്കുളം കുതിരവേല സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ കർക്കിടക ഔഷധ കഞ്ഞിക്കൂട്ട് വിതരണം ഞായറാഴ്ച നടക്കും. ആവശ്യമുള്ളവർ ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ 12 മണി വരെ കുതിരവേല കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട് പേരും വിലാസവും നൽകണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നവമാധ്യമ കാഴ്ച. അത്ഭുതം സൃഷ്ടിക്കുന്ന ചില ദൃശ്യങ്ങളുണ്ട്. ട്രിക്കുകളുടെയും ടിപ്സുകളുടെയും ന്യൂജൻ കാലത്ത് വിസ്മയ ദൃശ്യങ്ങൾ തീർക്കാൻ അധിക സമയമൊന്നും വേണ്ട പ്രതിഭാശാലികളായ സൈബർ വിദഗ്ധർക്ക്. അത്തരത്തിലുള്ള മനോഹരമായ ദൃശ്യം നവമാധ്യമ കാഴ്ചയിലേക്ക് നൽകിയിരിക്കുന്നത് കുന്നംകുളം ആനായിക്കൽ നിന്ന് രാഹുൽ ഡിഗൻ. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് വിൽക്കുന്ന വില 4765 രൂപ. സ്വർണ്ണ ഗ്രാമിന് വാങ്ങുന്ന വില 4755 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. ചർമ്മം എരുവമ്പെട്ടി മങ്ങാട് കുരുവൻകുഴി പാറക്കുട്ടിയമ്മ എന്ന അമ്മണിയമ്മ നിര്യാതയായി 85 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. എരുവപ്പെട്ടി വെള്ളറക്കാട് നെയ്യൻ അന്തോണി ഭാര്യ കൊച്ചുമ്മു നിര്യാതയായി 87 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടത്തി. ഫ്രാൻസിസ് മകനാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് 1103 പേർക്ക് കൂടി കോവിഡ്. 803 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ഇതിൽ 72 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 1049 പേർക്ക് രോഗമുക്തി. തൃശൂർ ജില്ലയിൽ 36 പേർക്ക് കൂടി കോവിഡ്. 37 പേർക്ക് രോഗമുക്തി. കുന്നംകുളത്തെ സ്ഥിതി ശാന്തമാകുന്നു. ചാവക്കാടും പുതിയ പോസിറ്റീവ് കേസുകളില്ല. കടങ്ങോടും ആശങ്ക അകലുന്നു. പോർക്കുളം പഞ്ചായത്തിൽ ഒരാൾക്ക് കൂടി കോവിഡ്. പാറമ്പാടം കുരിശിനടുത്ത് മത്സ്യവിപണനം നടത്തിയിരുന്ന വ്യക്തിക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. സംസ്ഥാന പാതയോരത്തെ കച്ചവടമായതിനാൽ സമ്പർക്ക പട്ടിക തയ്യാറാക്കൽ അതീവ ക്ലേശകരമെന്ന് ആരോഗ്യവകുപ്പ്. ജില്ലാ കളക്ടറെയും പോലീസിനെയും വെല്ലുവിളിച്ച് ചാവക്കാട് മേഖലയിൽ വീണ്ടും മീൻ വിൽപ്പന. വടക്കേക്കാട് മത്സ്യവിൽപ്പന നടത്തിയ വാഹനങ്ങൾ പോലീസ് പിടികൂടി. പിടിച്ചെടുത്ത വാഹനങ്ങളുടെ പെർമിറ്റ് റദ്ദ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ്. കട്ടകമ്പൽ പഞ്ചായത്തിലെ 2ാം വാർഡ് രാമപുരത്ത് കോവിഡ് സ്ഥിരീകരിച്ച രോഗിയുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ 19 പേർ നിരീക്ഷണത്തിൽ. മേഖലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. കുന്നംകുളത്തും വടക്കേക്കാടും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ ഒരുക്കങ്ങളാകുന്നു. CCTV ന്യൂസ് ഇമ്പാക്ട്. ചോർന്നൊലിക്കുന്ന ഒറ്റമുറി വീട്ടിൽ കഴിയുന്ന ഫാത്തിമയ്ക്കും കുടുംബത്തിനും സുമനസ്സുകളുടെ പിന്തുണയോടെ പുതിയ വീട് നിർമ്മിച്ചു നൽകും. പോലീസ് വിളിച്ചു ചേർത്ത യോഗത്തിൽ സുരക്ഷിതമായ ഭവനം നിർമ്മിക്കാൻ നാടിന്റെ ആകെ പിന്തുണ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV online.tv സന്ദർശിക്കുക. നമസ്കാരം.